ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ അച്ഛൻ കാര്യമായിട്ട് ഇരുന്ന് ടി വി കാണുന്നുണ്ട്, അപ്പുറത്തൊരാൾ കാര്യമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് അമ്മ ടി വി കാണാൻ അങ്ങോട്ട് ഇരിക്കുകയാണെങ്കിലും പിന്നെ ഞങ്ങൾ ഉറക്കത്തിലാണ് അവസാനിപ്പിക്കൽ കേട്ടോ. ബൈ ദ ബൈ ഇന്ന് ആരാ വരുന്നത് എന്നുള്ള നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. റീനമ്മയാണ് വരുന്നത് കേട്ടോ. അമ്മ ആക്ച്വലി വന്നിട്ടൊരു 3 ദിവസമായി, പത്തനംതിട്ട കോഴിക്കോട് എത്തിയിട്ടൊരു 3 ദിവസമായിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണ് ചെറുപ്പേനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് 4ാമത്തെ ദിവസമാണ്. അമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അമ്മ അപ്പൂൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ദിവസം വന്നതാണ് കേട്ടോ. കുറച്ച് ദിവസം ഒരാഴ്ച അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം അമ്മ വരാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് അല്ലൂട്ടന് എക്സാമും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ വന്നിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ലൂസിൻ്റെ എക്സാം ടൈം ഞങ്ങളെ യുദ്ധകാലാടിസ്ഥാനത്ത് പോകുന്ന കാര്യമാണ്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അമ്മ ഇങ്ങോട്ടേക്ക് വരികയാണ്. വൈശാട്ടൻ പോയി കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. വൈശാട്ടൻ പോകുമ്പോൾ നമ്മളെ ചില്ലറകളും പോയിട്ടുണ്ട് കേട്ടോ. അല്ലൂട്ടനും തുമ്പി ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഇന്ന് ഷൂട്ടുണ്ട്. അമ്മ എന്താ മറ്റേ മുടിയൊന്നും കെട്ടിയില്ല, കുളിച്ചാടി ഇറങ്ങി ഓടിയതല്ലേ അതല്ലെങ്കിൽ അമ്മ അങ്ങനെ തന്നെ കേട്ടോ. എവിടെയും പോകണമെങ്കിൽ ലാസ്റ്റ് നിമിഷത്തേക്ക് അമ്മേൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുക. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഞങ്ങൾ എവിടെയും പോവല്. അപ്പോൾ വൈശാട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചിട്ടാണ് അമ്മേ വൈശാട്ടൻ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ വേഗം റെഡിയായി നിൽക്കിട്ടോ. കാരണം എനിക്ക് ഷൂട്ടിന് മേക്കപ്പൊക്കെ ലേറ്റ് ആയാലും അതിനനുസരിച്ച് ഷൂട്ടൊക്കെ ലാഗ് അടിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അമ്മ ഇന്നും ഇച്ചിരി ലേറ്റായി ഉണ്ടാവും ഏറെക്കുറെ. അങ്ങനെ അമ്മ വന്നിട്ട് ഉഷമ പെട്ടെന്ന് ഞെട്ടി എണീക്കുക കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മാലയൊക്കെ അമ്മ അയച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല, എനിക്ക് ഷൂട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് അമ്മ വന്ന ദിവസം എങ്ങനെയായിപ്പോൾ അമ്മേൻ്റെ കൂടെ അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഷൂട്ടും ഒക്കെ ആയിട്ട് അച്ഛൻ എന്നെക്കാൾ ക്ഷീണത്തിലാണ്, അച്ഛൻ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ആടി ഇരിക്കുമ്പോൾ മനസ്സോടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. എനിക്ക് ഇവരെ കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല ഗൈസ്. നമുക്കിവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ക്യാമറമാനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ മേക്കപ്പ് തീർക്കണമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ, അതായത് എനിക്ക് കുറേ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കമൻസ് കേട്ടിട്ടുള്ളൊരു ഷൂട്ടാണ്. അപ്പോൾ എനിക്കത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ലുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു സന്തോഷമുള്ളതല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അതിൽ എനിക്ക് റോൾ മോഡൽ ആരാണെന്നറിയോ, ഞാൻ പണ്ടൊട്ടേ പറയലുണ്ട്, പേളിമാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരേ ബോഡീനെ ഡിപ്പെൻസ് ആയിരിക്കില്ലത്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഡിപ്പെൻസാണ് അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പം ആരെയും പറയും പേളിമാണി അവർക്ക് ചേരാത്ത പരിപാടി ചെയ്യല്ല എന്ന്. നമുക്ക് ചേരുന്നുണ്ടോ ചേരുന്നില്ല എന്നുള്ള ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ എനിക്കത് ചേരായിക അങ്ങനെയും തോന്നിയില്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്താ പറയുക, നമ്മളെ ഫോട്ടോസ് എടുത്ത ആംഗിൾ, അതായത് നമ്മൾ ആ ഒരു ഹൈറ്റിൽ നമ്മളെ സെറ്റിന് മാച്ച് ചെയ്തിട്ടാണല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ കയറി നിൽക്കും, ക്യാമറാമാൻ താഴെ നിന്നല്ലേ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു തടി കൂടുതൽ തോന്നും. അതാണ് ഇന്ന് തോന്നുന്നു. കാരണം എനിക്ക് തടി കൂടുതൽ വെച്ചതായിട്ടല്ല, എനിക്ക് തടി ഒന്ന് കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫോട്ടോസിൽ ചില ഫോട്ടോസ് നിങ്ങൾ പറഞ്ഞ നേരാണ്, കുറച്ചൊരു തടി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ രീതി ചിലതൊക്കെ എന്താ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. നോർമലി ഇപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, എടാ ഇത് എങ്ങനെയാണ് നിൻ്റെ ഫേസിന് അത് ചേരുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് മോശം പറഞ്ഞാലും ഞാൻ മാക്സിമം അവരോട് ലിബറലായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടാണ് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറ്. എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അങ്ങോട്ടും കൂടെ അടി ഉണ്ടാക്കണം തീരെ താല്പര്യമില്ല. കമൻറ്റ് ബോക്സിൽ എന്നല്ല, എനിക്ക് ആരോടത്തും കച്ചറ ഉണ്ടാക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും കഴിഞ്ഞാൽ തമാശ രൂപത്തിൽ എടുക്കുക എന്നല്ലാണ്ട്. പിന്നെ ഈ ഫീൽഡിൽ വന്നാൽ നമ്മൾ ആദ്യമേ അക്സെപ്റ്റ് ചെയ്യണം, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാകും, എല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം ഓഫ് കോഴ്സ്. പക്ഷേ എല്ലാത്തിനും എല്ലാവരും പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടേ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യാനും കളിയാക്കാനും ഒക്കെ പാടുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങളെ കയ്യിൽ യൂട്യൂബും ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന നെറ്റ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ഇന്ന കമൻറ്റ് ഇടണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇപ്പം ഇതിനകത്തൊക്കെ പറഞ്ഞ് എന്തായാലും വേണ്ടിയില്ല. നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തുടങ്ങുകയാണ് ഞങ്ങളവിടെ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ അമ്മേനെ വിളിച്ചോക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ ചെയ്യണത്. കാരണം എനിക്ക് അമ്മ അവിടെ വന്നിട്ട് അമ്മേൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തൊരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ആൻഡ് കേളി ഹെയർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കേളി ഹെയറും മുടിയൊക്കെ കൂടെ ഇങ്ങനെ ബാക്കോട്ട് വലിച്ച് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു തടി തോന്നിയായിരുന്നു കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയില്ല. അപ്പോൾ തടി തോന്നിയപ്പോൾ ഞാൻ ഈശ്വരൻ എൻ്റെ മുഖത്ത് ഞാൻ ഈ ചടപ്പാണി വാളുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വൈറ്റ് കോസ്റ്റ്യൂമിലുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോളില്ലേ, ആക്ച്വലി ഈ ഷൂട്ടിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുക വെച്ച് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇതെനിക്ക് ഏട്ടൻ ഫസ്റ്റായിട്ട് ഗിഫ്റ്റ് എന്നൊരു ലെഹങ്കയായിരുന്നു, അതിൻ്റെ ഷോളാണ് കേട്ടോ. സോ സെൻറ്റിമെൻ്റലി
അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈറ്റാണ്. എനിക്ക് ഹെയർ ഇങ്ങനെ ചെയ്തപ്പോൾ മറ്റേ സിനിമയിലെ സലീം കുമാറിനെയാണ് ഓർമ്മ വന്നത്. ചതിക്കാത്ത ചന്തുലല്ലേ, ഡാൻസ് മാസ്റ്റർ വിക്രം, അതിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഇന്നെ ട്രോളാൻ പിന്നെ ഞാൻ തന്നെ മതിയല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തിനാ കമൻറ്റിൽ വെറുതെ ട്രോളി കഷ്ടപ്പെടുന്നത്? ഇന്ന ട്രോളെ ഞാൻ തന്നെ മതി, ധാരാളമാണ്. അങ്ങനെ ഞങ്ങളിത് അങ്ങനെ ഓരോന്നായി പടിപടിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണത്തെ ഞങ്ങളെ മേക്കപ്പ് എല്ലാം ചടപടേന്നായിരുന്നു. വൈശാഖേട്ടൻ എന്താ കണ്ടില്ലേ, ഓരോ സമയത്ത് ഓരോന്ന് ചായയും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുതരുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഏട്ടനെ സപ്പോർട്ട് എനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഷൂട്ടോ കാര്യങ്ങൾ എന്തിടയില്ല, ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഏട്ടൻ ചെയ്തിടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഏട്ടൻ ചെയ്തു തരും കേട്ടോ. അതിപ്പോൾ എല്ലാ കാര്യത്തിലും അതെ. അപ്പോൾ എനിക്കതൊരു എന്താ പറയുക, സന്തോഷമുള്ള ആൻഡ് പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ അതൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ ഏട്ടൻ കൊണ്ടുവന്ന ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മളെ മേക്കപ്പ് കേട്ടോ. അതല്ലെങ്കിലും അഞ്ജു ചേച്ചീൻ്റെ കൂടെയുള്ള മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേച്ചി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. എനിക്കെന്തോ എന്താ പറയുക, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എനിക്കൊരു ചേച്ചീനെ പോലെയാണ് കേട്ടോ. അപ്പം ചേച്ചീനെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ കൊളാബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വർഷമാവും. തുമ്പമ്മയുടെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എത്ര കൊളാബ് ചെയ്തു എനിക്കും അറിയില്ല, ചേച്ചിക്കും അറിയില്ല. അത്രയും പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചീൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് നേരിട്ട് കാണുമ്പം അയ്യേ എന്ന് തോന്നാത്ത, അതായത് ചിലതുണ്ടാവുമല്ലോ ഫോട്ടോയിൽ ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷേ നേരിട്ട് നമുക്ക് പക്ഷേ ഓവറല്ലേന്ന് തോന്നുന്നത്. പക്ഷേ ചേച്ചീൻ്റെ മേക്കപ്പ് അങ്ങനെയല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോഴും ഒരു നോർമൽ ഫീൽ തന്നെ ആയിരിക്കും. ഫോട്ടോസിലും കുറച്ച് നന്നായി ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്ന രീതിക്കൊക്കെ ചേച്ചി ചെയ്തു തരും കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേർക്ക് കല്യാണത്തിൻ്റെ വെഡ്ഡിങ് വർക്ക്, അതുപോലെ റിസപ്ഷൻ, എൻഗേജ്മെൻറ്റ് ഒക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ വർക്ക് പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചേച്ചി ആദ്യമേ പറഞ്ഞു, ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കണ്ട് പേടിക്കാൻ നിൽക്കേണ്ട, ദേവിയാണ് കുറച്ച് പുട്ടിയിട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അതായത് ഒന്നിങ്ങനെ സെറ്റ് ആവാം, അപ്പോൾ അത് കണ്ട് പേടിക്കരുത് എന്നൊക്കെ ആദ്യം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പേടിച്ചില്ല. നിങ്ങൾ പേടിച്ചോ, ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാണ്. അങ്ങനെ അപ്പോൾ പിന്നെ ആരൊക്കെ എന്നോട് ചോദിച്ചു ഞാനിപ്പോൾ തടി വെച്ചോ, വെയിറ്റ് കൂടുകയാണോ ചെയ്തതെന്ന്. ആക്ച്വലി എനിക്ക് വെയിറ്റ് കൂടുകയല്ല ചെയ്തത്, എനിക്ക് വെയിറ്റ് കുറയാണ് ചെയ്തത്. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫേസിൽ അത്ര ഓവർ റിഡക്ഷൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സൈഡിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ഡബിൾ ചിൻ ഉണ്ടല്ലോ എനിക്ക്. കുന്തം പോയി കിട്ടണ്ടേ മക്കളെ. ഒന്നാമത് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് നന്നായിട്ട് തടി കുറയണം കാര്യങ്ങളൊക്കെ. പക്ഷേ അത് എനിക്ക് ചെറിയൊരു മടി. ആരൊക്കെ എന്നോട് പറഞ്ഞ് ജിമ്മിലൊക്കെ ജിമ്മിലൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം. എൻ്റെ ഡാൻസ് ക്ലാസ് തന്നെ ഇപ്പോൾ 2 months-ആയി അവിടെ സ്റ്റക്കാണ്. കാരണം വൈശാഖേട്ടൻ വന്നതിന് ശേഷം പിന്നെ പോയിട്ടേ ഇല്ല. എനിക്കിനി പോയി തുടങ്ങണം. കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. എനിക്ക് ഡബിൾ ചിൻ എന്തായാലും എത്രയും പെട്ടെന്ന് പോക്കണം. വയറൊക്കെ നന്നായി കുറഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ അപ്ഡേഷൻസ്. ജസ്റ്റ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് ഉണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ് ഒന്നും മൈൻഡ് ആക്കേണ്ട ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ചിലതിലൊക്കെ ഡൗൺ ആവുന്ന ആളൊക്കെ തന്നെയാണ് കേട്ടോ, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലും ഇങ്ങനെ നെഗറ്റീവോ കാര്യങ്ങളോ വരുന്ന സമയത്ത്, അത് പേഴ്സണൽ ഹറാസ്മെൻ്റ് അല്ലാത്ത നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതിപ്പോൾ ഇങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാറില്ല. മാക്സിമം അത് കൂളായിട്ട് ഫണ്ണി ആയിട്ട് എടുക്കാനാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറ്. എൻ്റെ റിപ്ലൈസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് ചില സമയം എൻ്റെ പിടിവിട്ട് പോയി നിൽക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയമായിരിക്കും കറക്റ്റ് ചെയ്തെങ്കിൽ കമൻറ്റ് വരിക. അതിന് ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് പക്ഷേ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ില്ല. എൻ്റെ അമ്മ എന്നെ പറഞ്ഞതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന് ഞാൻ അതിൻ്റെതായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. എവിടെയും ഞാൻ വെറുതെ ഇട്ട് കൊടുക്കാറില്ല. അതെന്തും പറഞ്ഞോട്ടെ ഞാൻ ഫണ്ണിയാക്കാം അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. പിന്നെ അറിയാൻ വേണ്ടി നോർമലി ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതല്ലാതെ മോശം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതിപ്പോൾ ആർക്കായാലും സ്വന്തം അമ്മേനെ അച്ഛനൊന്നും പറയുന്നത് ഇഷ്ടമാവില്ലല്ലോ. എൻ്റെ അച്ഛനെ ഒരു നെഗറ്റീവൊക്കെ കണ്ട കമൻസിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അശ്വിനിനെ കണ്ടിട്ട് കുറേ ആയിന്ന് കുറേ കമൻറ്റ്സ് അതും ഞാൻ കണ്ടായിരുന്നേ. ഇവക്ക് ഇപ്പം ഉണ്ടല്ലോ ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അധികം കാണാത്തത്. എന്നാലും വൈകുന്നേരം എന്നും ഇവിടെ ഒപ്പിട്ടിട്ടാണ് പോവാറ് കേട്ടോ ക്ലാസ്സിന്. ഡ്യൂട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് വൈകുന്നേരം വരും, വർത്തമാനം പറയും, പോവും അങ്ങനെ. അപ്പോൾ അമ്മ ഇടയ്ക്കൊന്ന് കയറി വന്നതാണ്, മുകളിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഇടയ്ക്കൊന്ന് നോക്കാമല്ലോ. അങ്ങനെ അമ്മ വന്ന് നോക്കി. പിന്നെ അമ്മയും അശ്വിനിയും കൂടി ആയി വർത്താനം. ഇപ്പോൾ ഇടയ്ക്കോ പോയിട്ട് ഞങ്ങളെ ആടുന്നൊക്കെ യൂട്യൂബിലുള്ള ചേച്ചീൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന് ചോദിച്ചു എന്നൊക്കെയുള്ള കഥ കേൾക്കുകയാണ് കേട്ടോ. ഏത് എവിടെ പോയാലും ഇപ്പോൾ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ചോദിക്കണ്ടോല്ലേ. റെയ്ഡ് പിടിച്ച ആൾക്കാരല്ലേ. ഫുഡ് കഴിക്കാൻ പോയടുത്തുണ്ട് ഒരു ചേച്ചി, മോളെ എവിടെയോ കണ്ട് നല്ല പരിചയം. ചേച്ചി അടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ പോയതാ. അവിടെ ചെന്നപ്പോ ഒരു കുട്ടി ഓടി വന്നു, നേഴ്സ് അടുത്തൊരു കുട്ടി ഓടി വന്നിട്ട് എന്നോട് ചേച്ചിന്റെ അമ്മയല്ലേ. ഞാൻ പറഞ്ഞാൽ എന്റെ അന്വേഷണം പറയണ. അപ്പൊ ഞാൻ വെച്ചാൽ മോളെ പേരെന്താ എന്തെന്ന് അന്നത്തെ ദിവസം ആന്ന് പറഞ്ഞു പോന്ന് വഴിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ പുണ്യേട്ടനോട് വെച്ച് ഈ പേര് വിളിച്ചോ, ആരന്വേഷണം പറഞ്ഞാ പറയുന്നത്. പിറ്റേ ദിവസം ചേച്ചിനെ കാണിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു പേര് വിളിച്ചു.
ഒക്കെ എടുക്കുക, എന്റെ ഫാൻസ് അല്ലേ. ഞാനത് നാളെ എനിക്ക് ബസ് ലൂസ് മോഷൻ ആയില്ലേ, ആ വീഡിയോ ഞാൻ എടുത്തു. പക്ഷെ അത് ഞാൻ ആ വോയിസ് കൊടുത്തില്ല. കൊടുക്കണോ? അതേപോലെ കൊല്ലത്ത് പറഞ്ഞ ആ വീഡിയോ ഞാൻ എടുത്തു. പിന്നെ അവളെ പാവം തോന്നി ഇട്ടില്ല. അപ്പഴെനിക്ക് ഓർമ്മ വന്നിപ്പെടാന്ന്. കഴിഞ്ഞ ദിവസം തോന്നി ഇട്ടണി. ഞാനാണ് തിരുമ്പോ കൊച്ചിനെ മയിലാണ് തിരുമ്പല്. അതാരോ കഥ പറച്ചിലൊക്കെ അവിടെ നടക്കണ്ടല്ലോ. അതിന്റെ കൂടെ തന്നെ ഞങ്ങളെ വർക്കും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി, ഏകദേശമൊക്കെ അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പക്ഷെ മുടി അഴിച്ചിടാം എന്നുള്ള ഞങ്ങളുടെ പ്ലാൻ ഞാൻ വേണ്ടാന്ന് വെച്ചു. ബിക്കോസ് മുഖത്ത് ഭയങ്കര വട്ടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുടി ഒന്ന് കൂട്ടി കെട്ടുന്നതായിരിക്കും ബെറ്റർന്ന്. അങ്ങനെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ ഏതോ മന്ത്രവാദിനിയുടെ ലുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. വെറുതെ എന്തിനെ സങ്കടപ്പെടുത്തുന്നത്? അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഒക്കെ വന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കും കേട്ടോ. ഇവർ പ്രീവിയസ് വീഡിയോസിലൊക്കെ എങ്ങനെയാണ്, ലൈക്ക് ജെനുവിൻ ആയിട്ടാണോ ഇതിപ്പോൾ നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ എന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയണതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലരൊന്നും അങ്ങനെയല്ല കേട്ടോ. ചിലരൊക്കെ ജെനുവിൻ ആയിട്ട് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. ബിക്കോസ് ഇതിൻ്റെ മുമ്പൊക്കെ എൻ്റെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും എന്നോട് ഇഷ്ടത്തോടു കൂടി മെസ്സേജ് അയച്ചവർ തന്നെയാണ്. ഇതിൽ ചില ആൾക്കാർ ചേച്ചി ഇത് ചേരുന്നില്ല, അല്ലേ ഏടോ ഇത് നിങ്ങൾക്ക് ചേരുന്നില്ലടോ, ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. ചില ആൾക്കാരത് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഏതൊക്കെ വീഡിയോ ഉണ്ടോ അതിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് വേണ്ടാതെ വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ, അതായത് ഒരാവശ്യം ഉണ്ടാവില്ല. എല്ലാ വീഡിയോൻ്റെയും താഴെ വന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഞാൻ ഒരുപോലെയൊക്കെ തന്നെയാണ് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആരെയും അങ്ങനെ വേദനിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതാ ഹെയർ ലോങ് ആയിട്ടുള്ള കേളി ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഒരു ഹാക്കൊക്കെ കണ്ടപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ചെയ്തത് കേട്ടോ. അതായത് ഒരു ഹെയറിന് മുകളിൽ വേറെ ഹെയർ ഫിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള കേളി ഹെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ലിപ്സ്റ്റിക്കും ഒക്കെ കൂടെ ഇട്ടപ്പോൾ ഈ ലിപ്സ്റ്റിക് അങ്ങോട്ട് ഫിനിഷ് ചെയ്താലാണ് നമുക്കൊരു ഫിനിഷിങ് ലുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഷെയ്ഡായിരുന്നു. ആൻഡ് ഈ ഒരു ബ്ലൗസ് നമ്മൾ റെൻ്റലെടുത്തതാണ് കേട്ടോ. ഈ സാരി നമുക്ക് ഓൾറെഡി കൊളാബ് വന്നൊരു സാരി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാനും വൈശാഖേട്ടനും കൂടെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാരിയാണ് ഇത്. അച്ചച്ചൻ്റെ രുദ്രാക്ഷത്തിൻ്റെ മാലയും ഒക്കെ കൂടെ വെച്ച് അന്നേരം അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പറയുന്നത് വേണ്ട നമുക്ക് മുടി അങ്ങ് കൂട്ടി കെട്ടിയേക്കാം. കാരണം ഇങ്ങനെ കണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നത് എനിക്കൊരു മന്ത്രവാദിനി ലുക്കൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി, ഇത് എനിക്ക് ഈ സെറ്റാവും തോന്നുന്നില്ല, നമുക്ക് സൈഡിൽ നിന്ന് മുടി പിടിച്ച് കെട്ടാം, ഇതന്നെയായിരിക്കും വൃത്തിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. നിങ്ങൾക്കും തോന്നില്ലേ? മുടി അഴിച്ചിട്ട് ഭയങ്കര ബോറായനെ. മുടി കെട്ടിയതുകൊണ്ട് അതിൻ്റെതായ ഒരു വൃത്തി പിന്നെ ഈ ഒരു ഡ്രസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് റെഡിലുള്ള പിക്സാണോ ഇതിലുള്ള പിക്സാണോ ഇഷ്ടം എന്ന് വെച്ചാൽ രണ്ടും വേറെ വേറെ ടൈപ്പാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ വൈറ്റിലുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്തതല്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രോ നമ്മളെടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു ഷൂട്ട് സെറ്റാക്കിയാലോ എന്ന് റഷീ ബ്രോ ചോദിക്കുകയും അപ്പോൾ എനിക്കും തോന്നി ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ചെയ്തത്. കണ്ടോ മുടി കൂട്ടി കെട്ടിയപ്പോൾ തന്നെ ഒരു വൃത്തി വന്നില്ലേ. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കൂട്ടി കെട്ടിയപ്പം ഒന്ന് സെറ്റായി കേട്ടോ. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യണം, നോസ് റിങ് വെച്ചു. ഇതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഫുൾ ഭംഗി കാണുക. ഇനി വളയൊക്കെ ഇടണം. അപ്പോൾ ഓവർ വളയൊന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് 2-3 കുപ്പി വള അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ സിന്ദൂരം തൊടണം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇടണ്ട, നമുക്ക് ഒറിജിനൽ സിന്ദൂരം തന്നെ തട്ടാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം വൃത്തിക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല എഫേർട്ട് നമ്മൾ ഇതിൻ്റെ പിന്നിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണതായിക്കോട്ടെ. ക്യാമറാമാൻ മലപ്പുറം ജില്ലക്കാരൻ ഇവിടെ വരെ യാത്ര ചെയ്ത് വന്നു. അതുപോലെ തന്നെ അഞ്ചു ചേച്ചി ആണെങ്കിലും അഞ്ചു ചേച്ചിക്ക് ഇപ്പോൾ വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, പക്ഷേ ചേച്ചി വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും അത്യാവശ്യം ഒരു എഫേർട്ട് എടുത്ത് ചെയ്ത ഷൂട്ടാണ്. കഴിഞ്ഞ വർഷവും നമ്മളിതുപോലെ ഒരു നവരാത്രി ആൻഡ് ദീപാവലി ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷൂട്ട് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്യാമറമാൻ വരണം. അതുപോലെ വൈശാഖേട്ടൻ പുറത്തെവിടെയോ പോയിട്ടുണ്ട്. വൈശാഖേട്ടൻ എന്തോ പ്രിൻ്റ് എടുക്കാണ്ട് പറഞ്ഞ് പോയതാണ്. ഏട്ടനും കൂടെ വന്ന് ക്യാമറമാൻ ചേട്ടനും ഏട്ടനും കൂടിയൊക്കെ വേണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐറ്റംസൊക്കെ നമുക്ക് ബറാക്ക ഇവൻസിലെ നമ്മുടെ സെബുത്ത തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ച് പേരുണ്ട് ഇങ്ങനെ കൊളാബൊക്കെ ചെയ്ത് ഇങ്ങനെ പേഴ്സണലി ഒരു എന്താ പറയുക കണക്ഷൻ വന്നിട്ടുള്ള കുറച്ച് പേരിൽ ഒരാളാണ് അഞ്ജു ചേച്ചി, സെബുത്ത, അവരൊക്കെ കേട്ടോ. ഇനിയും ഒരുപാട് പേരുണ്ട്. എന്നാലും ഇവരൊക്കെ അതുകൊണ്ട് എനിക്കൊരു ഷൂട്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യാറ് അഞ്ജു ചേച്ചീനെയും സെബുത്തേനെയൊക്കെ. അപ്പോൾ സെബുത്തേനെ വിളിച്ചപ്പോൾ സെബുത്ത പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് വൈശാട്ടൻ പോയി സാധനങ്ങളെടുത്ത് വന്നതാണ് കേട്ടോ. എനിക്കൊരു ഷൂട്ടിന് ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് സാധനങ്ങൾ എനിക്ക് സെബുത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് സെബുത്ത. എനിക്ക് സ്വന്തം ഒരു സിസ്റ്ററിനെ പോലെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ ശിങ്കാറില്ലേ, നമ്മൾ പണ്ടത്തെ ശിങ്കാറുണ്ട്, ഇതിൻ്റെ സ്മെല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഐറ്റം വെച്ചിട്ടാണ് സിന്ദൂരം തൊട്ട്. അതും കൂടെ
തൊട്ടപ്പം ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങളെന്ത് പറയുന്നു? ഇല്ല എന്ന് പറയരുത്, ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇവിടെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ക്യാമറമാൻ വരുന്നതിന് മുമ്പ് മാക്സിമം ഷൂട്ട് ഞങ്ങൾ തന്നെ ഇവിടെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് അങ്ങോട്ട് തിരിയാനൊക്കെ പേടിയാണ് കേട്ടോ. കാരണം സാരി ഞങ്ങൾ ഉടുത്ത് അങ്ങനെ അങ്ങോട്ട് സെറ്റായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്കൊക്കെ ഞങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് ഒപ്പിച്ചതാണ്. കാരണം അധികം അങ്ങനെ ക്ലോസപ്പിൽ നമുക്ക് ക്ലോസപ്പ് പിക്സ് കൂടുതൽ എടുക്കാം, താഴേക്ക് അധികം എടുക്കേണ്ടതൊക്കെ പറയാം. ഞങ്ങൾ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ ക്യാമറാമാനെയൊക്കെ വിളിച്ചു നോക്കി. അപ്പോൾ റഷീബ്രോ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്കും എനിക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, രേഷ്മ. അപ്പം അവളുടെ കെയർ ഓഫിലാണ് ഈ ഒരു ഷൂട്ട് നമുക്ക് സെറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പം അവളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസിയാണ് എല്ലാം സെറ്റാക്കാനും ഒക്കെ. അപ്പം ഇനി അവരൊക്കെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് വേണം ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറേ പണികളുണ്ട്. ക്യാമറമാൻ വരുന്നതിന് പിന്നെ മേക്കപ്പ് സെറ്റ്. തലേ തൊട്ടിട്ട് ഫേസ് തൊടല്ലോ. ഈശ്വര, ഈ ഷൂട്ടിന് വേണ്ടി നമ്മളിത് ചെയ്തു. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനിത് എന്ത് ചെയ്യും? ഏട്ടൻ പറയാം എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ നടക്കും. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. എന്തിനി നോക്കൂ, ഇങ്ങോട്ട് വാ വൈശു, ഇങ്ങോട്ട് വാ, ഫ്രെയിമിൽ കാണട്ടെ. വാ, കാലിട്ട നിറലേക്ക്. അമ്മേ അമ്മയ്ക്ക് വിളിക്കുന്നു. വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ സ്വയം ഭംഗി ആസ്വദിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ഭംഗി നമ്മളല്ലേ ആസ്വദിക്കേണ്ടത്. കാലിട്ടറിലേക്കാണോ? കാലിട്ടറിലേക്കാണ്ട് ദൈവത്തിന്റെ. ഞാൻ എന്നെ അനുഗ്രഹിക്കാം. വയസ്സുകൊണ്ട് അങ്ങനെയാണ് ശരിക്കും. അയ്യോ എനിക്ക് പറഞ്ഞാൽ പ്രായവരെ. അയ്യോ ഒന്ന് ഇളകി പൊള്ളാന്ന്. മറ്റേ എന്താ ഡെബി പറഞ്ഞു? എന്താ ചേട്ടാ ഇടക്കത്തിരി അന്റെ മുമ്പേക്ക് അവരാദ്യം പിന്നെ ഇതാ വൈശാഖേട്ടൻ വന്ന്. വൈശാഖേട്ടൻ ആകെ നാണാണ് കേട്ടോ. ചില സമയമൊക്കെ നിൽക്കാൻ, ചില സമയം മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെ ക്യാമറ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് വിളിക്കരുതെന്നാണ് പറയുന്നത്. എന്നെക്കാൾ ഏജ് കുറവാണെന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷേ എൻ്റെ ഏജ് ഞാൻ പറഞ്ഞു കൊടുക്കത്തോളം കാലം എല്ലാവരും എൻ്റെ ഏട്ടന്മാരാണ്. അല്ല പിന്നെ അപ്പോൾ റഷീബ്രോ അപ്പോൾ ആളും വന്ന് ഇവരെല്ലാവരും കൂടിയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആളുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ്പെഷ്യലി ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്ലോസപ്പിലുള്ള പിക്സ് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ കാര്യമായിട്ട് ഇതാ ഏട്ടനും റഷീബ്രോയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് അഴുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ പോകുന്നുള്ളതെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കില്ല. ഇപ്പോൾ വേരി പൊത്തുന്നുണ്ട്. നമ്മുടെ റൂമിൽ തന്നെ ഒരു സെറ്റ് ഇടലായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതായി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഫുള്ള് തന്നിരിക്കുന്നത് സെബുത്തയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് അഞ്ജു ചേച്ചിയും രേഷ്മയും ഒക്കെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ടുപേരും കൂടെ കാര്യമായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ഒരു കയ്യിൽ ഞാൻ ഇട്ടു, പിന്നെ മറ്റേ കയ്യിൽ ഇവരാരും സഹായിച്ചാൽ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് എനിക്ക് ഇടത്തെ കൈ കൊണ്ട് വരയ്ക്കാനുള്ള കഴിവില്ല ഗൈസ്. അങ്ങനെ ഇതാ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇതാ മുല്ലപ്പൂവിൻ്റെ അത് ഒറിജിനൽ അല്ല കേട്ടോ, അത് കണ്ടാൽ മനസ്സിലാവല്ലോ. അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് അകത്തേക്ക് ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യുദ്ധം വരാൻ പോകുന്നത്. സുഗണ, ഇതിപ്പം ഈ ഡ്രസ്സിലുള്ള ഷൂട്ട് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എന്നിട്ട് വേണം അടുത്ത ഷൂട്ടും കഴിഞ്ഞിട്ട് വേണം അഞ്ജു ചേച്ചിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മോനെ കലമ്പാവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും റീനമ്മ വന്നതുകൊണ്ട് അല്ലും തുമ്പിയും വലിയ അലമ്പില്ലാതെ താഴെ കുത്തിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇവരിതെല്ലാ പാത്രങ്ങളും കൂടെയൊക്കെ ഇറക്കി വെച്ച് ഇതിൽ ഓരോന്ന് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കരമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ ഞാൻ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. പിന്നീടൊക്കെ ഞാൻ എടുത്തൊന്ന് കാണിക്കട്ടെ.
അത് അതിനുള്ളിൽ അങ്ങനെ വെച്ചതാ അല്ലേ? ഇതിന്റെ മുകളിൽ വെച്ചിരുന്നത് ഞാനല്ലേ, ഞാൻ അങ്ങോട്ട് ജൈവലിക്ക് കൊടുത്തുന്ന അപ്പുറത്തേക്ക് വീണ് ആ ചെറുതിൽ എന്താ വെക്കുക? ആടുണ്ടോ? ആട്ടുണ്ട് ചെന്തെങ്കിലും കൊല്ലാണ് ആട്. എനിക്ക് അനുഭവമുണ്ട്. ഓൻ പറഞ്ഞെന്താ മനസ്സിലായില്ലേ? ആ ഓറഞ്ച് പോരാ, അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഈ ഓറഞ്ച് തന്നെ വേണമെന്ന്. അമ്മ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഷൂട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐഷ കേട്ടാ ഇപ്പഴേ ഇടല്ലേ ഏട്ടാ. ആ ഉന്റെ വൈശോ ഒരു കുരിശൊരു ശൂലം പേർന്നു. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടാണ് കേട്ടോ. കാരണം ഇവിടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ആരും ഒന്നും വേണ്ടാന്നോ അല്ലെങ്കിൽ മുകളിൽ എന്ത് ഈ ഒച്ചപ്പാട് നടക്കുന്നത് പോലും ഒന്നിനും ബുദ്ധിമുട്ടാക്കാൻ വരാറില്ല കേട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഷൂട്ടിനിടയിൽ കൂടെ ഒന്ന് കണ്ടുപോവുക, അത്ര തന്നെ ഉള്ളൂ അവർക്ക് മെയിനായിട്ട്. ഒരു എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ നമ്മളെ പട്ടാളം പുരുഷുവിൻ്റെ പെട്ടീൻ്റെ മുകളിലാണ് നമ്മൾ ഈ കയറി കുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതായി ഇരുന്ന് നമ്മളിനി ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ടോട്ടൽ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഓരോ കുറേ ഫോട്ടോസൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് എന്നർത്ഥം. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് തിരികൊളുത്തി ഉദ്ഘാടിച്ചത് നമ്മുടെ അഞ്ജു ചേച്ചിയാണ് കേട്ടോ. വേറൊന്നുമില്ല, ഇലവിളക്കിലൊക്കെ വിളക്ക് തിരിയൊക്കെ കത്തിക്കുകയായിരുന്നു. അപ്പം മൊത്തത്തിൽ റൂമിൽ ലാസ്റ്റ് പുകമയായിട്ട് ഏട്ടൻ കുറേ പുകയ്ക്കുകയും പിന്നെ അവിടെ തിരിയിടുകയൊക്കെ കുറിച്ച് ചെയ്തപ്പോൾ പുക വന്നിട്ട് അവസാനം മനുഷ്യനെ കാണാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ കുറച്ച് പുകയൊക്കെ കുറച്ചിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുക കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും എൻ്റെ വർത്താനം കുറയ്ക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അമ്മാതിരി ചലബില പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ രേഷ്മ, അതായത് നമ്മുടെ റഷി ബ്രോഡി എൻ്റെയൊക്കെ കോമൺ ഫ്രണ്ടാണ്. എനിക്ക് ഇവളെ പേഴ്സണലി അറിയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവിടെ അടുത്താണ് ഇവളുടെ വീട് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് രേഷ്മനെ പേഴ്സണലി അറിയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആയപ്പോൾ ഒരു വൈബായിരുന്നു. അതല്ലെങ്കിൽ ഇനി ഏത് മിണ്ടാത്ത മനുഷ്യന്മാരുടെ അടുത്ത് എത്തിയാൽ മിണ്ടും ഗൈസ്. വൈശാഖേട്ടൻ എന്താ എന്നെ പുകച്ച് പുറത്തടിക്കാനാണോ നല്ല വല്ലാതെ പുകയ്ക്കാൻ വല്ലാത്തൊരു തരം. കാരണം എൻ്റെ മേലെ ഊതി പറത്തുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ലെൻസ് വിട്ടതല്ലേ, കണ്ണ് നേരത്തെ വെള്ളം വന്നതിന് എല്ലാം കൂടെ പണി വാളുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ. എന്തായാലും എൻ്റെ കുട്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ആ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വേഗം ഷടപടേ എന്നിട്ട് ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. വിടരാത്ത താമര വരെ വിടർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം താമര മുട്ടുകളായിരുന്നു. അതൊക്കെ വിരിയിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ താമര ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ താമര ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യാമറാമാൻ്റെ ഫേസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ഫേസ് കട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നിയ ആൾ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഏത് അങ്ങനെ ഇതാ ഒരു പറയുമ്പോഴൊക്കെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനി ഒരെന്നോട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ചില സാധനമൊന്നും വരില്ല ഗൈസ്. പക്ഷെ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ വരുത്തി. അതിൻ്റെ ഇടയിൽ കൂടെ അത് അമ്മയും വൈശാട്ടനും വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ചായയും ഫ്രൂട്ട്സും പലഹാരവും ഒക്കെ കൊണ്ടിട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉഷമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ വീട്ടിലാണ് റീനമ്മയ്ക്കാണെങ്കിലൊക്കെ എല്ലാം ഉണ്ടാക്കി തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ തട്ടിൻപുറത്ത് കയറി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേ ഇതാ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതാ ഭയങ്കരമായിട്ട് ഭക്തിസ്വാതന്ത്ര്യമായിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ എന്തടി കാണിക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മക്കളും അമ്മയും അച്ഛനും ഒക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു പെട്ടീൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുമ്പം ക്യാമറമാൻ താഴത്തു നിന്നാണല്ലോ ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്ക് ആ തടി തോന്നാനുള്ള മെയിൻ റീസൺ അതുമാണ്. പക്ഷേ തടി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ളതിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് മേ ബി ആ ആംഗിൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ മൂപ്പര് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഒരു ആംഗിളാണ് വേണ്ടത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടേ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് കാര്യം. അങ്ങനെ നമ്മൾ കുറച്ച് ഇതിൽ വൈറ്റിലുള്ളതാണ് കുറേ ഫോട്ടോസും കുറേ ക്ലോസപ്പിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ വൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റെഡും എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മൂപ്പർ എപ്പോഴാണ് ഇതെടുത്ത് വെച്ചാൽ എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. എന്തോ പറയാണ് കുട്ടീൻ്റെ അടുത്ത്.
ഇങ്ങനെ വെക്കണം ചേച്ചി, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. ഫോണിലേക്ക് പിടിക്കുമ്പോഴാണ് ഇങ്ങനെ പിടിക്കണം. അതും രസം ഉണ്ടാവില്ലേ ഇപ്പൊ കൈ പിടിച്ചാല് ഏത് ഗ്രീഷ്മ അല്ല നിങ്ങൾ വേറെ ഉണ്ടോ? തമ്മിയപ്പോ പോവാ ചായ കുടിച്ചു. ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ അണ്ടർ കണക്ഷൻസ് ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടും അപ്പുറത്ത് നിന്നിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഇനിയും വേറെ മേക്കപ്പ് ലുക്കും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഏട്ടെന്നാൽ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്. എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അപ്പം തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ധാരണ കിട്ടിയിട്ടോ, നല്ല പിക്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാണ് നമ്മൾ വേഗം അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ ഹെയർ സ്റ്റൈൽ ചെറിയൊരു ചേഞ്ച് വരുത്തി, ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടു. അങ്ങനെ ഒരു ലുക്ക് വന്നപ്പോൾ തന്നെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ആംഗിള് താഴേന്ന് ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ഡബിൾ ചിന്ന് ഗൈസ്, അത് ഞാൻ തടിച്ചതുകൊണ്ട് മാത്രമല്ല, എനിക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ അച്ചമ്മയ്ക്ക് ഡബിൾ ചിന്നുണ്ട് നല്ലോണം. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം. അല്ലെങ്കിലും നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയത് ഈ ഡബിൾ ചിന്ന് ഈ നാക്കാണ്. പക്ഷേ നാക്ക് എനിക്ക് വേണ്ടാന്ന് പറയില്ല, നാക്കുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഡബിൾ ചിൻ എനിക്ക് വേണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ കുഞ്ഞ് വാലിട്ടൊരു കുഞ്ഞ് കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇച്ചിരി കൂടെ ഒരു വാലിട്ടൊരു കുറച്ചുകൂടി ഒന്ന് ഹെവി ആക്കിയിട്ടുണ്ട്. കണ്ണ് താഴെയൊക്കെ ഒന്ന് എഴുതി അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് നമുക്ക് വിസിബിൾ ആവണമല്ലോ. അതുകൊണ്ട് പിന്നെ പൊട്ടിന് താഴെ വെള്ള കുത്തൊക്കെ കുത്തി അങ്ങനെ ചെറിയ ചേഞ്ചസോട് കൂടി നമ്മൾ വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇതും കൂടെ ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു സമയം ആയിട്ടുണ്ട്. ഐ തിങ്ക് 9:30 ആയിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് ലുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. ഇനി ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടൈമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ പാവം അഞ്ചു ചേച്ചിയൊക്കെ ഇത് കഴിയുന്നവരെ നിന്ന് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. രേഷ്മയാണെങ്കിലും അതുപോലെ ഋഷി ബ്രോ ആണെങ്കിലും എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നാലും നമ്മളെ ഇഷ്ടത്തിന് നമ്മളങ്ങ് ചെയ്യണേ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യണം നമ്മളയ്യ. പിന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേത് റീനമ്മ വന്നിട്ടുണ്ട്. ഇതെന്തിനാന്നല്ലേ, ഇത് തുമ്പമ്മേനെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആക്ച്വലി എനിക്ക് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ കുറച്ച് പിക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ദേവി മടിയിലൊരു മോളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പിരികത്തിന് മുകളിൽ കുത്തിടണോ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ തുമ്പീനെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒരു ഫോട്ടോ അതെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് തുമ്പീനെ റീനമ്മ അപ്പുറത്തുനിന്ന് മാറ്റിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും കൊണ്ട് നമുക്ക് റീൽസിലേക്കുള്ള വീഡിയോ ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രോ. അങ്ങനെ എൻ്റെ കുറച്ച് കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്തതിന് ശേഷം തുമ്പമ്മേനെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പി കാര്യമായിട്ട് ഇരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവൾ ഒരുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പട്ടുപാട് അമ്മ ഇട്ട് കൊടുത്തു. അഞ്ചു ചേച്ചി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെ കൊണ്ടിരുത്തിയതാണ്. പക്ഷെ അവൾ നല്ലപോലെ കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മളിത് അവളുടെ വെച്ചിട്ടൊരു സ്റ്റില്ലെടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇനി അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുമ്പമ്മയുടെ ഈ പട്ടുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ത്രെഡ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പട്ടുപാട് അവൾക്ക് അയച്ചു തന്നിട്ടുണ്ടായത്. ആ സമയം ഞാൻ ഏത് പട്ടുപാട് ഇടിക്കേണ്ടതെന്നോ സെലക്ട് ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ കളറിന് മാച്ച് ആയിരുന്നു അവളുടെ ഡ്രസ്സ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, ഒന്ന് എടുപ്പില്ലേ. അങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവളെ വേഗം ഫ്രീ ആക്കി വിട്ടു കേട്ടോ. നൈസായിട്ട് താമര കിട്ടുമെന്നാണ് കുട്ടി നോക്കുന്നത് അപ്പുറത്തൂടെ. അങ്ങനെ അവളെ ഞങ്ങൾ താഴേക്ക് വിട്ട് അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. ഷൂട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സിംഗിൾ കേട്ടോ. തുമ്പമ്മേനെ വിട്ടിട്ടുണ്ട്. ബാക്കിലൊരു വാലൊക്കെ തൂങ്ങുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ശൂലം പിടിച്ച് അറിഞ്ചം പുറിഞ്ചം ഫോട്ടോസ് എടുത്തോ വീഡിയോസ് എടുത്തോ. അതൊക്കെ കഴിയുമ്പോഴത്തേ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒരു വേദന ഇങ്ങോട്ട് വരാണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എനിക്ക് ഈ ഗൗരവം ദേഷ്യം ഇതൊക്കെ വരുന്ന കുറേച്ച് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് അത് വരുത്തിക്കൊണ്ടിരുന്നത്. ചിരിക്കാനും വേറെ എന്തെങ്കിലും കോഷ്ടി കാണിക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റാണ് ഗൈസ്. അങ്ങനെ പിന്നെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ലുക്ക് വേണം, ദേഷ്യം വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുത്തു പോലെ. അതിപ്പോൾ എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പം റീനമ്മ വന്നെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കുത്തായിരുന്നു കേട്ടോ. അയ്യോ റീനമ്മ ഇന്ന് വരണ്ടായിരുന്നു, പിറ്റേന്ന് വന്നാൽ മതിയായിരുന്നു. കാരണം അമ്മ വന്നിട്ട് അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടയ്ക്ക് വല്ലാത്ത പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ണിയച്ഛൻ ഇപ്രാവശ്യം വന്നില്ല. ഇനിയിപ്പോൾ അതൊരു കമൻറ്റ് ഉണ്ടാവില്ലേ. അതായത് ഉണ്ണിയച്ഛൻ ഇപ്രാവശ്യം അമ്മേനെ കൂട്ടാനായിട്ട് വരും. അമ്മ വരും. അമ്മേനെ അവിടെ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടു.
പിന്നെ അപ്പു കൂട്ടിയിട്ട് വന്നു. അങ്ങനെയാണ് അമ്മ അവിടെ എത്തിയിട്ട്. അമ്മ ഒറ്റയ്ക്കാണ് ഇത്തവണ വന്നത്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുക അല്ലേ. അങ്ങനെ അമ്മ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയച്ഛൻ വരും കേട്ടോ. അപ്പോൾ ഉണ്ണിയച്ഛന് അവിടെ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഉണ്ണിയച്ഛൻ വരാഞ്ഞത്. ഇനി അമ്മ ഒരു 1 വീക്ക്, ഒരു 8 ഡേയ്സ് ഉണ്ടാവും ഇവിടെ. അപ്പം അപ്പൂൻ്റെ കൂടെ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്ന് നിന്നതാണ്. അതിലൂടെ എക്സാമൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയി വന്നായിരുന്നു കേട്ടോ. സ്റ്റേ ചെയ്യാൻ പോയിട്ടില്ല, പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോർമലി എനിക്ക് വരുന്ന കമൻസാണ്, ചേച്ചി വീട്ടിൽ പോകാറില്ലേ, അപ്പൂനെ കാണാറില്ലേ എന്ന്. അപ്പൂനെ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടില്ല. ആൻഡ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നു. പിന്നെ അതുപോലെ എന്താണ്, അമ്മ അവിടെ വന്നത് അപ്പൂനോട് നിൽക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നിൽക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ്. ഞാൻ അവിടെ അപ്പു ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. തുമ്പമ്മേനെ ഇത്തവണ നമ്മൾ എഴുത്തിനിരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ റീനമ്മ പോകുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ണിയച്ഛനും വരും. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ എഴുത്തിനിരുത്താനൊക്കെ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അമ്മ ഇന്നൊരു ദിവസം, ഇന്ന് ആക്ച്വലി പറഞ്ഞത് ഇവിടെ വന്നിട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ പിടിച്ച് നിർത്തി. കാരണം എനിക്ക് അമ്മേൻ്റെ അടുത്തൊന്ന് വർത്താൻ പറയാനിരിക്കാനും ഒന്നൊരു സമയം കിട്ടിയില്ലേ ഷൂട്ടുകാരനെ. അതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മളെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷൂട്ട്. എനിക്ക് പേഴ്സണലി നല്ല, എന്താ പറയുക, എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ ക്ഷീണമായിട്ടിരുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും അല്ലുട്ടനെ അടുത്ത് ഭയങ്കര ഇങ്ങനെ ഓവർ സെൻഡ് ചെയ്യാണ് കേട്ടോ. കാരണം തുമ്പമ്മയുടെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ. പക്ഷേ അതിൽ ഇവനെ ഇരുത്തിയിട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവനാണെങ്കിലും ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും അങ്ങനെ വരില്ല. അവന് വലിയ താല്പര്യമില്ല. വ്ളോഗൊക്കെ എടുക്കുന്നതിൽ വരും, അല്ലാതെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. ഞാൻ അവിടെ നിന്ന് ചെയ്യുമ്പോഴും ആ ഭാഗത്തേക്ക് മൂപ്പര് വരില്ല കേട്ടോ. അതിലൊക്കെ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റും പിന്നെ കുറച്ച് ക്യൂരിയോസിറ്റിയും ഒരു ആങ്സൈറ്റി ഒക്കെ കാണിക്കുന്നത് തുമ്പമ്മയാണ്. എൻ്റെ കയ്യിലൊക്കെ അലത്തെയാണ്, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് എന്നെ വൈശാട്ടൻ വാരി തന്നു. അപ്പോൾ വൈശാട്ടൻ പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് പോയി ഇരിക്കടി, അമ്മ ഇപ്പോൾ പത്തനംതിട്ട പോയപ്പോൾ ഞങ്ങൾക്ക് വാരിത്തരം നടക്കില്ല എന്ന്. നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കി. അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അവിടെ തന്നെ ഒന്ന് ഫുള്ള് തിന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പാടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അവർ പോയതിന് ശേഷമാണ് പിന്നെ നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അങ്ങനെ മക്കളെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിപ്പോക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അമ്മ പറഞ്ഞ് വേഗം പോയി പാത്രമൊക്കെ കഴുകി വെച്ചപ്പോൾ പിന്നെ കുറേ അങ്ങ് പോയിക്കോണം. അങ്ങനെ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല മക്കളെ, പാത്രങ്ങൾ അങ്ങോട്ട് നിരനിരയെ അവിടെ കൊണ്ടേ അങ്ങോട്ട് ഇട്ട് പാത്രം അങ്ങോട്ട് കഴുകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള കുറച്ച് കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോപ്രായങ്ങളും ഗോഷ്ടികളും ഇല്ലാത്ത എന്ത് ദൃശ്യം. അങ്ങനെ ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 100 ചോദ്യം ചോദിക്കുന്നത് എൻ്റെ അല്ലൂട്ടൻ്റെ ഹോബിയാണ്. പിന്നെ തുമ്പി ആരെയോ കളിയിലാണ് കേട്ടോ. അവർക്ക് പിന്നെ അമ്മമ്മേനെ കിട്ടിയതിൻ്റെ ഒരു ഉഷാറ് കൂടുതലും ഉണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങണം ഗൈസ്. ഇനി ഈ കയ്യിലും കാലിലും ഉള്ളതൊക്കെ കഴുകി പോക്കുന്നതിനേക്കാളും വലിയ ടാസ്ക് ആയിരിക്കും നെറുകിലെ സിന്ദൂരം കുറേയൊക്കെ പോക്കണം. കാരണം കുറച്ചൊക്കെയാണ് നമുക്ക് ഓക്കെ, അത് കുറേ ഉണ്ടല്ലോ, അതൊക്കെ പോക്കണം. മേക്കപ്പൊക്കെ പോക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ അതാ ഞാൻ വേഗം പോയി ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ 3 ആൾ, ഞാനും അമ്മയും തുമ്പമ്മയും കൂടിയാണ് കിടക്കുന്നത് കേട്ടോ. വൈശാട്ടനും അല്ലൂട്ടനും അപ്പുറത്ത് കിടന്നു. അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും, തുമ്പമ്മ അതും കേട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാവേ. റീനമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ റീനമ്മയും ഉണ്ണിയച്ഛനൊക്കെ ഉള്ള വ്ളോഗിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ലോങ് വീഡിയോ ഇടുമെന്ന് കുറേ കമൻറ്റ്സ് കാണാറുണ്ട്. ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചില സന്ദർഭങ്ങളിൽ എനിക്ക് പറ്റാറില്ല. പിന്നെ ഷോർട്സ് അമ്മയ്ക്ക് പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും കുറച്ച് ഈസി ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഞാൻ മാക്സിമം ഇനിയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കാം. കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.